ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. എൻ്റെ വീട്ടിൽ വെച്ചെടുക്കുന്ന ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫാണ് ഇത്. ഇന്ന് രാവിലെ തന്നെ ഇത്താടെ മക്കളെ സ്കൂളിൽ വിടുന്ന ബഹളം കേട്ടിട്ടാണ് ഞാൻ എഴുന്നേറ്റത്. പിന്നെ അവരെ സ്കൂളിൽ വിടാമെന്ന് ഹെൽപ്പ് ചെയ്ത് എങ്ങനെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ നല്ല കാറ്റായിരുന്നു കേട്ടോ. ഈ ചൂടിൽ ഈ ഒരു കാറ്റ് ആശ്വാസമാണ്. എനിക്കിവിടെ പ്രത്യേകിച്ച് റൊട്ടീൻസ് ഒന്നുമില്ല കേട്ടോ. തോന്നിയ പോലെ എഴുന്നേക്കും, തോന്നിവാസി പോലെ നടക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ രാവിലെ തന്നെ ഊഞ്ഞാലിരുന്ന് കുറച്ച് നേരം ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുവാണ്. സാവി രാവിലെ തന്നെ എഴുന്നേറ്റ് ഹൈമുൻ്റെയും പൊന്നിൻ്റെയും കൂടെ തന്നെ കുളിയും പല്ലുതേപ്പും ലഘുവായിട്ട് ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഇപ്പോൾ കാറിൻ്റെ ചക്രം വലിച്ചൂരാനുള്ള പരിപാടിയാണ്. പിന്നെ ഒരു 10 മണി കഴിഞ്ഞപ്പോഴേക്കും സാവിക്ക് ഫുഡ് കൊടുത്തു. ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഇവിടെ രാവിലത്തെ കാപ്പി ഉച്ചക്കത്തെ ഊണും ഒക്കെ റെഡി ആയിട്ടുണ്ടാകും. കാരണം അനിയന് ജോലിക്ക് പോകണം, മക്കൾക്ക് സ്കൂളിലും പോകണം. അതുകൊണ്ട് രാവിലെ തന്നെ പരിപാടിയെല്ലാം ഇവിടെ കഴിയും. പിന്നെ അത്യാവശ്യം ക്ലീനിങ്ങും ഒക്കെ കാണുള്ളൂ. അങ്ങനെ സാവിയെ ഫുഡ് കൊടുക്കുകയാണ്. സാവിക്ക് ഫുഡ് കൊടുക്കുന്നത് കുറച്ച് ടാസ്ക് ആട്ടോ. വന്നവനിപ്പോൾ ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ്. അവന് ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഇത് ഇന്നലെ വാങ്ങിച്ച ബോസ്റ്റഡ് ചിക്കൻ ആട്ടോ. ബാലൻസ് വന്നത് ഓവനെ വെച്ച് ചൂടാക്കിയിട്ട് രാവിലെ തന്നെ എടുത്ത് കഴിക്കുകയാണ്. കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞു. ഒരു 11:30 ആയപ്പോഴത്തേക്കും സാവിക്ക് വാട്ടർമെലൺ വേണം. ഇത് ഐമുന്യം പൊൻ്റെ സ്കൂളിലേക്ക് കൊടുത്തുവിടാനുണ്ടാക്കിയ ഒരു ക്രാഫ്റ്റ് ആട്ടോ. ഇത് തട്ടിൻ്റെ മണ്ടയിൽ നിന്ന് തറയിൽ വീണ് കേട്ടോ, ക്ലീൻ ചെയ്തപ്പോൾ. അപ്പോൾ ഇത് കണ്ടിടം തൊട്ട് അവന് വാട്ടർമെലൺ വേണം. അങ്ങനെ ഫ്രിഡ്ജിലിരുന്ന വാട്ടർമെലൺ എടുത്ത് കട്ട് ചെയ്യുവാണ്. അവന് വാട്ടർമെലൺ ജ്യൂസിനെക്കാട്ടി ഇഷ്ടം കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഇപ്പോഴത്തെ ചൂടല്ലേ, ഇങ്ങനെ എന്തെങ്കിലും വാട്ടർ കണ്ടൻ്റ് ഉള്ളത് കഴിച്ചേ പറ്റൂ. അങ്ങനെ അവനിക്ക് വേണ്ടി തണ്ണിമത്തൻ മുറിച്ചിട്ട് കൊടുക്കുവാണേ. പിന്നെ ബാക്കി വന്നത് ഞാൻ വിചാരിച്ച് ജ്യൂസ് ആക്കാമെന്ന്. ചൂടൊക്കെ അല്ലേ, വെള്ളം ഒത്തിരി കുടിക്കണം. അപ്പം ഈ ഒരു ചൂടത്ത് ഇഷ്ടം പോലെ വെള്ളം നമ്മൾ കുടിക്കണം കേട്ടോ. അത് തിളപ്പിച്ചാറിയ വെള്ളം തന്നെ കുടിക്കണം. പിന്നെ ഇവിടേക്ക് ഒരുപാട് വെള്ളം കിട്ടാത്തവരുണ്ട് കേട്ടോ. കുടിവെള്ളം പോലും കിട്ടാത്തവരുണ്ട്. കിണറ്റിലൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. ലൈൻ പൈപ്പിലൊക്കെ 1-2 ദിവസം കൂടുമ്പോൾ 1-2 ദിവസമൊന്നും വെള്ളം വരാറില്ല. അപ്പം അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരുണ്ട്. കാശുള്ളവർ വില കൊടുത്ത് വെള്ളം വാങ്ങിക്കും, അതില്ലാത്തവർക്കും ജീവിക്കണം. അപ്പം ജനങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട്. അങ്ങനെ അതാ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ജ്യൂസ് അടിച്ച് കണ്ടപ്പോഴത്തേക്ക് സാവിക്കും അത് വേണം. അങ്ങനെ പിന്നെ അവനിക്കും കൂടെ കൊടുത്തു. അത് കഴിഞ്ഞ് വീട് നോയമ്പൊക്കെ ആയതുകൊണ്ടൊന്ന് ക്ലീൻ ചെയ്യുക കേട്ടോ. ഫാനൊക്കെ ഒന്ന് തുടച്ച് അങ്ങനെ അതൊക്കെ ഒന്ന് തൂത്ത് കൊടുത്തു. തുടപ്പൊക്കെ ഇത്തായിരുന്നു കേട്ടോ. അപ്പം കാണാൻ എൻ്റെത് റിലേറ്റീവ്സ് വരെയാണ്. എൻ്റെ അപ്പച്ചിയുടെ മോളും മോനുമായിട്ടാണ് വന്നിട്ടുള്ളത്. മോളുടെ മോന്. അപ്പം ഞാൻ ഉള്ളതുകൊണ്ട് 2 ദിവസം നിൽക്കാൻ വന്നതാണ്. അവരൊക്കെ ഉണ്ടാക്കിയ ഒരു വൈബല്ലേ. അങ്ങനെ അവർ വന്നപ്പോൾ കൊണ്ടുവന്ന കണ്ണൂരിലെ പലഹാരങ്ങളാട്ടോ ഇത്. അപ്പം ലഘുഭക്ഷണമായിട്ട് ഇതും കൂടി അങ്ങോട്ട് കഴിച്ചു. അത് കഴിഞ്ഞ് കുറേ നേരം കഥയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും നല്ല കൊഞ്ച് തീയലും മീൻ പൊരിച്ചതും അച്ചാറൊക്കെ കൂട്ടി ചോറ് കഴിച്ചു. അപ്പം കാണാൻ വാപ്പ കുറച്ച് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നു. അപ്പം രാത്രി നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാന്നുള്ള പ്ലാനൊക്കെ ആട്ടോ. എല്ലാവരും കൂടുമ്പോൾ അടിപൊളിയല്ലേ, കഥയൊക്കെ പറഞ്ഞ് ചിക്കൻ ഗ്രില്ലൊക്കെ ചെയ്യുമ്പം. അപ്പം അതിൻ്റെ റെസിപ്പി കൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പിടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പഴുത്ത തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു പിടി മല്ലിയിലയും കൂടി ചേർക്കാം. പുതിനയില ഇഷ്ടമുള്ളവർക്ക് അതും ചേർക്കാം കേട്ടോ. എനിക്ക് പുതിനയുടെ ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടമല്ല, ഉപയോഗിക്കും എന്നാലും കുറച്ച്. പിന്നെ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയുടെ ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് തൈര് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 3 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ എരിവിന് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി അരച്ചെടുക്കാം. തൈരൊക്കെ ചേർത്തുകൊണ്ട് വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി ഇത് നല്ല കഴുകി വൃത്തിയാക്കി വരഞ്ഞ് വെച്ചേക്കുന്ന ചിക്കൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ചിക്കനിലൊക്കെ നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കണം. നല്ലപോലെ ഒന്ന് പുരട്ടിയെടുക്കാം.
ഇതൊരു 3-4 മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇതിൻ്റെ ഫ്ലേവറൊക്കെ നല്ലപോലെ ചിക്കനിലേക്ക് ഇറങ്ങും. കുറച്ച് വലിയ പീസായതുകൊണ്ട് തന്നെ കുറച്ചധികം നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിതൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചായയും ഒരു കടിയും കഴിച്ചു കേട്ടോ. ഇത് ഹണീത്ത കൊണ്ടുവന്ന കടിയാണേ, ബാക്കി വന്നത് അതും കൂടെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോഴത്തേക്കും ഒരു 6-7 മണിയായപ്പോഴത്തേക്കും നമുക്ക് ചിക്കൻ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയൊക്കെ തുടങ്ങി. ചാർക്കോളൊക്കെ കത്തിച്ചെടുക്കുവാണ്. വ്ളോഗ് തുടങ്ങിയത് ഒരു ദിവസത്തെ വിശേഷങ്ങൾ പറയാനാട്ടോ. പക്ഷേ ഇത് ഒരു തീറ്റി വ്ളോഗായി പോയോ എന്ന് എനിക്ക് തോന്നി. കാരണം നിരന്തരമായി ഭക്ഷണം കഴിക്കുന്നത് മാത്രമായിട്ട് ഇതിൽ ഞാൻ കൂടുതലും കാണിക്കുന്നത്. കാരണം അത് മാത്രമേ എൻ്റെ വീട്ടിൽ വന്നാൽ അധികം നടക്കാറുള്ളൂ. അപ്പം കനലൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ചിക്കനൊക്കെ എടുത്ത് വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് പാട്ടും ഡാൻസും കൂത്തും ഒക്കെ നടക്കുന്നുണ്ട്. അതിന് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും മറിച്ചിട്ടു. ചൂട് കാരണം സെവണപ്പം ജ്യൂസും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചു, കാര്യമൊക്കെ പറഞ്ഞു. നമ്മൾ ഓരോ സെറ്റ് പൊരിച്ചെടുക്കുകയാണ്. കുറച്ച് ടൈം എടുക്കും, കനലിൽ ചുട്ടെടുക്കുന്നതല്ലേ. അതുകൊണ്ട് കുറച്ച് നേരത്തെ നമ്മളിത് ചുടാൻ തുടങ്ങി. എന്നാൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ തീരത്തുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഒരു സെറ്റ് കഴിഞ്ഞ് അടുത്ത സെറ്റ് വെക്കുകയാണ്. വല്ലപ്പോഴും റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ ഒന്ന് കൂടുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിക്കാൻ നല്ല ഒരു വൈബാണ്. അത് ഇഷ്ടമാട്ടോ ഞങ്ങൾക്കൊക്കെ. മിക്കപ്പോഴും എല്ലാവരും കൂടുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. എല്ലാവരും കൂടെ കൂടുമ്പം ഇങ്ങനെ ഫുഡൊക്കെ ഗ്രില്ലൊക്കെ ചെയ്ത് കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്. അങ്ങനെ ഇത് ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനിയൻ്റെ ഫ്രണ്ട് തുഫൈൽ വന്നത്. അങ്ങനെ അവനും കൊടുത്തു, അവനും കഴിച്ചു. അവൻ എൻ്റെ വീഡിയോ എടുക്കലിൽ ഞാൻ ഭയങ്കര തീറ്റയാന്നൊക്കെ വിചാരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു ഞാനിത് ഇടും എന്നും പറഞ്ഞ് അവൻ്റെ വീഡിയോസ് കൂടെ എടുത്തേട്ടോ. അവസാനം ഒരു 10:30 കഴിഞ്ഞപ്പോൾ എല്ലാം റെഡിയായി. അപ്പോഴത്തേക്ക് വിശപ്പിൻ്റെ വിളി വല്ലാതായി. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പത്തിരിയും ഗ്രില്ല് ചെയ്ത ചിക്കനൊക്കെ കഴിച്ചു. ഈ ദിവസം അങ്ങ് അവസാനിപ്പിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.